ശ്ലൈഹിക പിന്തുടർച്ചയുടെ സമീപകാല അവകാശവാദ പ്രതിവാദങ്ങൾക്കിടയിൽ തോന്നിയ ഒരു കൗതുകമാണ്. റോമാസഭയിലെ പ്രധാന നേതാക്കൾക്കെല്ലാം വന്ദനം ചൊല്ലിക്കൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ കത്ത് അവസാനിപ്പിക്കുന്നത്. എന്നാൽ ആ ലേഖനത്തിലുടനീളവും തൻ്റെ സമാപന സന്ദേശത്തിലും റോമാസഭയുടെ സ്ഥാപകനായ പത്രോസ് അപ്പോസ്തലനെ കുറിച്ച് പ്രത്യേക പരാമർശങ്ങളൊന്നും കാണുന്നില്ല. ഈ ഭാഷ്യത്തിൻ്റെ ആമുഖത്തിൽ ഇങ്ങനെ ഒരു വരി നൽകിയിട്ടുണ്ട്: Why did the Romans need basic Christian teaching from Paul when they had the senior apostle as their bishop? പത്രോസ് എന്ന മൂപ്പനായ അപ്പോസ്തലൻ അവർക്കുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് റോമാസഭയ്ക്ക് അടിസ്ഥാന ക്രിസ്തീയ വിശ്വാസ ധാരണകളെക്കുറിച്ച് പൗലോസിൻ്റേതായ ഒരു ലേഖനം നൽകേണ്ടതായി വന്നിട്ടുള്ള സാഹചര്യം? അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം ഇങ്ങനെയാണ് പ്രതിപാദിക്കുക. AD 330 കോൺസ്റ്റാന്റിനോപ്പിൾ സഭാചരിത്രത്തിൽ വലിയ പ്രാമുഖ്യത്തിലേക്ക് വരുന്ന ഒരു കാലമാണ്. മിലാൻ എഡിക്റ്റിൻ്റെയൊക്കെ ചരിത്രം നമുക്കറിയാം. അതിനെ തുടർന്നാണ് മറ്റൊരു പ്രധാന പട്ടണമായ റോം അതിൻ്റെ സഭാപാരമ്പര്യത്തിലെ ആധികാരികതയും അതുപോലെ തന്നെ ശക്തിവിശേഷവും കുറഞ്ഞു പോകരുത് എന്നുള്ള കരുതലിൽ നിന്ന് തന്നെയാവും 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടിന് ശേഷം പീട്രൈൻ സുപ്രമസിയെക്കുറിച്ചുള്ള പത്രോസിൻ്റെ പരമാധികാരത്തെക്കുറിച്ചുള്ള എഴുത്തുകൾ സഭാപാരമ്പര്യങ്ങളിൽ കൂടുതലായി എഴുതപ്പെടുന്നത് എന്നതാണ് ഇതിലെ ഒരു കൗതുകമായി. ശ്ലൈഹിക പിന്തുടർച്ചയുടെ സമീപകാല അവകാശവാദ പ്രതിവാദങ്ങൾക്കിടയിൽ തോന്നിയ ഒരു കൗതുകമാണ്. റോമാസഭയിലെ പ്രധാന നേതാക്കൾക്കെല്ലാം വന്ദനം ചൊല്ലിക്കൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ കത്ത് അവസാനിപ്പിക്കുന്നത്. എന്നാൽ ആ ലേഖനത്തിലുടനീളവും